സാർ 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 എന്തായി കാണിക്കുന്നത്? സാർ ഞാൻ പറയുന്നത് കേൾക്ക് സാർ. സാർ ഒന്ന് കാറിലിരിക്കും സാർ. സാർ ഇതാരെങ്കിലും കണ്ടാല് മുംബൈയിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ഇങ്ങനെ റോഡിൽ കൂടെ സൈക്കിളിൽ പോകുന്നത് കണ്ട ആൾക്കാർ ചിരിക്കും സാർ. ഇതെന്റെ ഹോം ഗ്രൗണ്ട് ആണ് ഭാർഗവ്. ഈ നഗരത്തിൽ നിന്നാണ് ഞാൻ എന്റെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് തുടങ്ങിയത്. ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഐ ഡോണ്ട് കെയർ. ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടു തന്നെ വിചാരിക്കുക. പക്ഷെ സിമി, അവൾക്ക് ഇന്ന് സൈക്കിളിൽ തന്നെ കോളേജിൽ പോകണം. കാരണം സൈക്കിളിന്റെ ഓരോ പെഡൽ ചവിട്ടുമ്പോഴും നമ്മുടെ സിറ്റിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുകയാണ് അല്ലേ ഡാഡി? പക്ഷെ സാർ, റോഡിൽ നിങ്ങൾ ഇങ്ങനെ സേഫ് ആയിരിക്കുമോ? എന്തെങ്കിലും പറ്റിയാലോ? അതെ ഭാർഗവ്, ഒന്നും സംഭവിക്കില്ല. ഡോണ്ട് വറി. നിങ്ങൾക്ക് സിമി അറിയാവുന്നതല്ലേ അവൾ നേച്ചറിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഓക്കെ, ബൈ ഭാർഗവ്. ഇത് നിങ്ങളുടെ അല്ലേ? നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ പണക്കാരെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇതുപോലുള്ള ഉണക്ക സൈക്കിൾ പാർക്ക് ചെയ്യാൻ? വെൽ വെൽ വെൽ, ആരാ കോളേജ് വന്നിരിക്കുന്നത് നോക്കി. നമ്മുടെ ദരിദ്രവാസി സിമി അവളുടെ ഉണക്ക സൈക്കിളും അവളുടെ ദരിദ്രവാസി അച്ഛന്റെ കൂടെ. 1 സെക്കൻഡ്. സിമി, സ്മൈൽ പ്ലീസ്. ചിരിക്കേ. ഇനി ഈ ഫോട്ടോ കോളേജ് ഗ്രൂപ്പിലേക്ക് പോകും. കോളേജ് മൊത്തം അറിയട്ടെ നമ്മുടെ സിമിയുടെ ദരിദ്രവാസി തന്തയും അവളുടെ തുക്കട സൈക്കിളും. സാം, വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കണം. ഓ, ഞാൻ പേടിച്ചുപോയി. ഐ എം സ്കേർഡ് ഡാഡി, ഞാൻ പേടിച്ചുപോയി. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? സൈക്കിൾ കൊണ്ട് ഇടിച്ച് കൊല്ലുവോ? നിനക്കൊരു കാര്യം അറിയോ? ഈ കാറിന്റെ ഒരു ടയറ് നിന്റെ ഇതുപോലത്തെ 1000 സൈക്കിളിന് തുല്യമാണ്. ഡാഡ്, ഈ കാർ മമ്മിയുടേതല്ലേ? നോക്കിക്കോ നോക്കിക്കോ, ഇതുപോലൊരു ഗംഭീര കാർ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. സെൽഫി എടുക്കണോ? മുംബൈയിൽ ഒറ്റ പീസേ ഉള്ളൂ, അതും എന്റെ ഡാഡിയുടെ കയ്യിൽ. പക്ഷേ ഈ കാറിന്റെ സിമി, ഈ കാർ ഞാൻ ഇന്നലെ എന്റെ വൈഫ് ഷലാക്കയ്ക്ക് ഗിഫ്റ്റ് കൊടുത്താണല്ലോ. ഇത് ഇയാളുടെ കയ്യിൽ എങ്ങനെയാ വന്നത്? സിമി, നമ്മൾ അവാർഡ് ഫംഗ്ഷൻ ലേറ്റ് ആവും. ഒരു പോകാം. പക്ഷെ ഡാഡി. ഭാർഗവ്, എന്റെ ബ്ലേസർ ഒന്ന് അയക്കൂ. വാ മോളെ. പക്ഷെ ഡാഡ്, അവാർഡ് കിട്ടേണ്ടത് എനിക്കാണ്. എടി, നീ ഒരു ഒറ്റ അവാർഡ് ഡിസേർവ് ചെയ്യുന്നുള്ളൂ. നീ നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യും മോനെ. ഈ ദരിദ്രവാസികളോട് എന്തിനാ തർക്കിക്കുന്നത്? അകത്ത് അവാർഡ് സെറമണി തുടങ്ങാൻ പോവാണ്. എന്റെ മോന് അവാർഡ് കിട്ടാൻ പോവാണ്. യെസ് ഡാഡ്. വാ, 1 സെക്കൻഡ്. ആ, എന്റെ പുന്നാര മോൻ. പാടാ. സുഹൃത്തുക്കളെ, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇംപീരിയൽ കോളേജിന്റെ 50 വർഷത്തെ ചരിത്രത്തിൽ കുറച്ച് തവണ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ സ്റ്റുഡൻസിനെ ആദരിക്കാറുണ്ട്. പക്ഷെ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഒരു അത്ഭുതം സംഭവിക്കാറുണ്ട്. ഇത്തവണ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോജക്റ്റുകളെ ISROയുടെ ടോപ്പ് സയന്റിസ്റ്റുകൾ പേഴ്സണലി റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ കാൽക്കുലേഷനുകളും, എല്ലാ ഡിസൈനുകളും, എല്ലാ ഇന്നോവേഷനും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആരുടെ പേരാണോ പറയാൻ പോകുന്നത്, അവരുടെ ജീവിതം ഇനി മുതൽ മാറാൻ പോവുകയാണ്. അവർക്ക് കിട്ടാൻ പോകുന്നത് ISROയുടെ സ്കോളർഷിപ്പ് ആണ്. അത് മാത്രമല്ല, മിഷൻ മംഗളയാൻ 2027 അവരുടെ പ്രോജക്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഇംപീരിയൽ കോളേജ് സയൻസ് ഫെയർ 2026ന്റെ വിന്നർ ആരാണെന്ന് വെച്ചാൽ സിമി പ്രജാപതി, ഡിവിഷൻ A. Simi, please come on the stage. നിക്ക്, നിർത്ത്. മിസ്റ്റർ രമൺ റൈ സദാ, അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം? സിമി ട്രോഫി വാങ്ങിക്കുന്നതിന് നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ കോളേജ് ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് റിവാർഡ് കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിച്ചക്കാർക്ക് എന്ന് മുതൽ അവാർഡ് കൊടുക്കാൻ തുടങ്ങി? സ്വയം നിയന്ത്രിക്കൂ രമൺ. നിനക്ക് യാതൊരു ധാരണയുമില്ല സിമി ആരുടെ മകളാണെന്ന്. ഞാൻ താങ്കളെ തടഞ്ഞത് ഇതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് തിരുത്താനായി ഒരു അവസരം കിട്ടാൻ വേണ്ടി. ഈ കോളേജിൽ ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ അത് എന്റെ മകനാണ്. അതിന് പകരമായിട്ട് ഞാൻ ഈ കോളേജിന് 50 ലക്ഷം രൂപ വരെ ഡൊണേഷൻ തരാൻ തയ്യാറാണ്. 50 ലക്ഷോ? എനിക്കറിയില്ലായിരുന്നു രമൺ ഇത്രയും വലിയ പണക്കാരനാണെന്ന്.
പക്ഷെ മിസ്റ്റർ ഐസദ, സിമിയുടെ ഈ പ്രോജക്റ്റ് ISROയ്ക്ക് വളരെ ഹെൽപ്പായിരിക്കും. താങ്കൾക്ക് എന്റെ ഡീല് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ശരി, 1 കോടി രൂപ. ഓക്കെ, 2 കോടി രൂപ എങ്ങനെ ഉണ്ടാവും? കോളേജ് ഒരു ഇഡിയിൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. ആ കൊച്ചിന്റെ കാര്യം ഓർത്ത് എനിക്ക് കഷ്ടം തോന്നുന്നു. നിങ്ങളുടെ കോളേജിന് ഒരുപാട് ലോൺസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി, നിങ്ങളുടെ കോളേജിന്റെ എല്ലാ ലോണുകളും അതോടെ തീരുന്നതായിരിക്കും. ഇത് അതേ കാർഡാണല്ലോ ഞാൻ എന്റെ വൈഫിന് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തത്. മിസ്റ്റർ ഐസദ, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. കോളേജിനെ പറ്റി നിങ്ങൾ ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. മോളെ സിമി, മോള് താഴെ പോയിരുന്നോളൂ. സാം, നിങ്ങൾ സ്റ്റേജിലേക്ക് കയറുക. താങ്ക് യു മാം. സാം, പണം കൊണ്ടെല്ലാം വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. നിനക്ക് ട്രോഫി വാങ്ങിക്കാനുള്ള അർഹതയില്ല. ഇത് ആരാണ് ഡിസർവ് ചെയ്യുന്നത് അയാൾക്ക് ഈ അവാർഡ് കിട്ടണം. നീ ആണോ ഡിസർവ് ചെയ്യുന്നത്? നിന്റെ യോഗ്യത എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിന്റെ തല്ലിപ്പൊളി സൈക്കിള്. ഇനി മിണ്ടാതെ എന്റെ മുമ്പിൽ നിന്ന് മാറിയിക്ക്, ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഗെറ്റ് ലോസ്റ്റ്. ഇംപീരിയൽ കോളേജിന്റെ സ്റ്റാൻഡേർഡ് ഇത്രയും തരം താണതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സിമ്മി പോലൊരു കള്ളിക്കും ദരിദ്രവാസിയായ പെണ്ണിന് എങ്ങനെ അഡ്മിഷൻ കൊടുത്തത്? ഇത് സ്റ്റാൻഡേർഡിന്റെ കാര്യമല്ല. കോളേജ് എല്ലാ വർഷവും ചില പാവപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ സ്കോളർഷിപ്പും കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സിമ്മി അത്തരത്തിലൊരു കുട്ടിയാണെന്ന്. മോളെ സിമി, സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നൊക്കെ വളരെ നല്ലതാ. പക്ഷെ അഹങ്കാരം കാണിക്കുന്നതിന് മുമ്പ് നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഐ എം രമൺ റൈസാദ. എന്റെ പണത്തിന് മുന്നിൽ നിന്റെ കഴിവുകൊണ്ട് ഒരു കാര്യവും. ആ മാഡം, നിങ്ങൾ ആരെയാ വെയിറ്റ് ചെയ്യുന്നത്? ഇതാ എന്റെ കാർഡ് പിടിച്ചോളൂ ആൻഡ് ടേക്ക് ദ ഡൊണേഷൻ. ഓക്കെ മിസ്റ്റർ രമൺ ഐസദ. നിന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഞാനൊരു ഓഫർ തരാം. എന്റെ മകന്റെ അസിസ്റ്റന്റ് ആയിക്കോളൂ. മാസം നിനക്ക് 15,000 രൂപ ഞാൻ തരും. നിനക്കും നിന്റെ ദരിദ്രവാസി തന്തയ്ക്ക് ജീവിച്ചു പോവാൻ ആ പൈസ തന്നെ ധാരാളമായിരിക്കും. ഗുഡ് ഐഡിയ ഡാഡി. കമോൺ സിമി, നല്ല ഓഫറാണ്. യു ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. കമോൺ സിമി. സിമിയുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ ശരീരത്തെങ്ങാനും തൊടാൻ ശ്രമിച്ചാൽ നിന്റെ ഈ 2 കൈയും വെട്ടി ഞാൻ ദൂരെ എറിയും. ഏയ്, സിമി അവനൊന്നും തൊട്ടുപോലുമില്ല. എന്നിട്ട് എന്റെ മകനെ പിടിച്ച് തള്ളാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സാം റൈസാദയുടെ മേലെ കൈവയ്ക്കാൻ വേണ്ടി എന്റെ മകനെ അവാർഡൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞോട്ടെ. അവൻ ISROയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞോട്ടെ. പിന്നെ നിനക്ക് അവന്റെ ചെരുപ്പ് നക്കാനുള്ള യോഗ്യത പോലും ഉണ്ടാവില്ല. മിസ്റ്റർ രമൺ, താങ്കളുടെ കാർഡിൽ നിന്ന് പേയ്മെന്റ് വർക്ക് ആവുന്നില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. തരൂ, ലെറ്റ് മീ ട്രൈ. ഈ കാർഡ് നിങ്ങളുടെ തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവാർഡ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഫേക്ക് കാർഡ് കൊണ്ടുവന്നതാണെങ്കിലോ? ഡാഡി, എന്തൊക്കെയാ ഇത്? എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാവട്ടെ. എങ്ങനെയെങ്കിലും എനിക്ക് അവാർഡ് കിട്ടിയേ പറ്റൂ. ഡോൺ വറി മോനെ, ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കും. എന്തുപറ്റി മിസ്റ്റർ രമൺ റൈസാദ? ഈ കാർഡ് ഇനി മറ്റാരുടേതെങ്കിലും ആണോ? ഇവനെങ്ങനെ മനസ്സിലായി ഇത് വേറൊരാളുടെ കാർഡാണെന്ന്? ഇനി ഇതിന്റെ എല്ലാം പുറകിൽ ഇവന്റെ കൈ എങ്ങാനുണ്ടോ? ഇത് പിടിക്ക. ഹലോ ഡാർലിംഗ്, നിന്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഒരു തെണ്ടി എന്നെയും നമ്മുടെ മകനെയും കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്താ കാർഡിൽ പൈസ ഇട്ടിട്ടില്ലായിരുന്നോ? ഇനി അതിന് പൈസ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇടണം. 2 കോടി രൂപ. ഏയ്, ഒന്ന് പതുക്കെ പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും കേൾക്കുന്നില്ല. ഏത് തണ്ടി? ഏത് കാർഡ്? എന്തൊക്കെയാ പറയുന്നേ? ഡാർലിംഗ്, നിന്റെ കയ്യിലുള്ള ഗോൾഡ് ക്രെഡിറ്റ് കാർഡ്. ഓ, അതിലേക്ക് 2 കോടിയോ? ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഡാഡ്, ഇത് മമ്മിയുടെ ശബ്ദമല്ലേ? എന്നുവെച്ചാ ഇതിന്റെ പുറകിൽ മമ്മിയാണെന്നാണോ? സിമി, വെയിറ്റ്. സത്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നവരെ നമ്മൾ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. കണ്ടോ, എന്റെ ഭാര്യയായിട്ടാ സംസാരിച്ചത്. 2 മിനിറ്റിനകം 2 കോടി രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിരിക്കും. പിന്നെ ഈ കാര്യങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചീറ്റയുടെ വേഗതയും പിന്നെ രമണ്ട പണവും. പുറത്ത് നിങ്ങൾ കണ്ട വണ്ടിയില്ലേ, ബ്രാൻഡ് ന്യൂ ലിമിറ്റഡ് എഡിഷൻ. ലാസ്റ്റ് വീക്കാണ് എന്റെ വൈഫ് എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. ബേബി, മാർക്കറ്റില് അമേസിംഗ് ആയ ഒരു സെക്സി കാർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്പീഡ്, ഹൈ പവർ എഞ്ചിൻ. അത്
എനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ ജസ്റ്റ് 5 കോടിയുള്ളൂ, അറിയോ? പക്ഷെ നിനക്കെപ്പോഴും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സും പിന്നെ ബ്രാൻഡഡ് ബാഗ്സിലൊക്കെയല്ലേ ഇൻട്രസ്റ്റ്? കാറിലെപ്പോഴാണ് ഇൻട്രസ്റ്റ് തുടങ്ങിയത്? ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ ബേബി? ആ കാർ ബേബി എനിക്ക് ഗിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ രാത്രി ബേബിക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും. ബേബി, ഈ കാര്യം കൊണ്ടൊന്നുമല്ല. പക്ഷെ നിനക്കറിയാലോ അല്ലേ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ ആവശ്യപ്പെട്ടു, കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. ഇതാ ബേബി, ഇത് ഗോൾഡൻ ക്രെഡിറ്റ് കാർഡാണ്. ഇതിനൊരു ലിമിറ്റേ ഇല്ല. Oh my God. അതുകൊണ്ടാണ് അവൾക്ക് പെട്ടെന്ന് കാറിൽ ഇൻട്രസ്റ്റ് വന്നത്. ഹലോ, നിങ്ങൾ എന്നോട് വല്ല പ്രാങ്ക് കാണിച്ചാണോ? നിങ്ങളല്ലേ പറഞ്ഞത് ആ കാർഡിന് ലിമിറ്റ് ഇല്ലെന്ന്. ബട്ട് ആ കാർഡ് ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. എനിക്കിപ്പോ 2 കോടി വേണം റൈറ്റ് നൗ. ആ കാർഡിനൊരു ലിമിറ്റ് ഇല്ല, അതുപോലെ തന്നെ നിന്റെ അത്യാഗ്രഹത്തിനും. ഡാഡി, ഈ ശബ്ദം മമ്മിയുടെ പോലെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരാണെന്ന്, പൈസ തരാൻ ഞാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നതെന്ന്. അപ്പോ നിങ്ങളുടെ അച്ഛന്റെയും മകന്റെയും ഗെയിം കഴിഞ്ഞു. ഈ പറഞ്ഞതിനർത്ഥം സിമിയുടെ അച്ഛൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ പിച്ചക്കാരനെ നോക്ക്, എന്തൊരു അഭിനയാണെന്ന്. വലിയ സ്വത്തും പണമൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇവൻ ഇവിടെ വന്ന് ആരെ ഫോൺ ചെയ്ത് വരെ അഭിനയിച്ചു. നീ എന്താ വിചാരിച്ചത്? ഇത് വല്ല ഡ്രാമ ഹോൾ ആണെന്നോ? ഇവിടെ എന്താ നാടകം നടക്കുവാണെന്നോ? എന്റെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും 3 കോടി രൂപയോ? ബ്ലഡി ഷലാക്ക. കണ്ടോ, ഇതിനെയാണ് ശരിക്കുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. 2 കോടി രൂപ ചോദിച്ചു, പക്ഷെ കിട്ടിയത് 3 കോടി. എവിടെ വേണം? നിങ്ങളുടെ സ്വൈപ്പിംഗ് മെഷീൻ കൊണ്ടുവരൂ. പിടിച്ചോളൂ. ആ നാണം കെട്ടവള് എന്റെ കമ്പനിയിൽ നിന്നും എന്റെ അനുവാദമില്ലാതെ ഇത്രയും പൈസ എടുത്തിരിക്കുന്നു. ഞാൻ അവൾക്ക് ഇത്രയും ആക്സസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ട്രാൻസ്ഫർ 2 കോടി കിട്ടിയിരിക്കുന്നു. 2 കോടിയോ? അത് 1 സെക്കൻഡിനുള്ളിൽ. അപ്പൊ മിസ്റ്റർ രമൺ പറഞ്ഞിട്ട് കള്ളവല്ല, ഇയാൾ വലിയ പണക്കാരൻ തന്നെയാണ്. അപ്പൊ ISROയില് സാമിന് അഡ്മിഷൻ കിട്ടിയെന്ന് ഉറപ്പിക്കാം. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, പണം കൊണ്ട് ഇവിടെ എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം. അമേസിംഗ് ഡാഡ്. കണ്ടോ സിമി, എന്റെ അച്ഛന്റെ പണത്തിന്റെ ശക്തി. ഈ ട്രോഫി എന്തായാലും ഞാൻ തന്നെ കൊണ്ടുപോകും. നീ വെറുതെ എന്റെ ചെരുപ്പ് നക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നു. എന്താ മേഡം എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഈ തെണ്ടികളൊക്കെ മര്യാദയ്ക്ക് ഇവിടുന്ന് പിടിച്ചിറക്ക്. ഗെറ്റ് ദം ഔട്ട് ഓഫ് മൈ സൈറ്റ്. തീർച്ചയായിട്ടും. സെക്യൂരിറ്റി 5 കോടി. 5 കോടിയോ? 5 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്നെങ്കിൽ ഇയാൾക്കറിയോ? ചിലപ്പോ നാണക്കേട് മറിക്കാൻ വേണ്ടി ഇയാള് കള്ളം പറയുന്നതായിരിക്കും. ഏയ് ഹലോ, നീ എന്താ പകരുന്ന സ്വപ്നം കാണുവാണോ? ഇവിടെ കോടികളുടെ കാര്യം പറയുവാണ്, ചില്ലറ പൈസയുടെ അല്ല. പോക്കറ്റിലാണെങ്കിൽ 10 പൈസ പോലും ഇല്ല. തെണ്ടികളെ പോലെ അവന്റെ നടപ്പ്. പക്ഷെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ടാറ്റ ബിർലെ പോലെ നടപ്പ്. You're right, mister. He's the number 1 businessman of Mumbai. ഇദ്ദേഹത്തിന്റെ ഒരു കോൾ മതി കാര്യങ്ങളൊക്കെ നടക്കാൻ. ഒറ്റ സൈൻ കൊണ്ട് ഇക്കണോമി മാറിപ്പോവും. ചെയർമാൻ ഓഫ് ദ തിരങ്ക ഇന്റർനാഷണൽ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നയാൾ മിസ്റ്റർ അശോക് പ്രജാപതി. ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, കോമഡി നൈറ്റ്സ് ആണ് നടക്കുന്നത്. നീ എന്താ പറഞ്ഞത്? സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ്മാനായ അശോക്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും അറിയാം, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി തിരങ്ക ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയുടെ മുതലാളി ഷലാക്കയാണെന്ന്. അതെന്റെ വൈഫാണ്. അപ്പൊ രമൺ പറഞ്ഞത് ശരിയായിരുന്നോ? ഗൂഗിളിൽ കാണിക്കുന്നത് തിരങ്ക ഇൻഡസ്ട്രീസിന്റെ CEO ഷലാക്ക തന്നെയാണെന്ന്. പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഉണക്ക സൈക്കിളുമായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് സ്വന്തം അച്ഛൻ പണക്കാരനാണെന്ന്. സിമി, നിനക്ക് കള്ളം പറയാൻ പോലും അറിയില്ല. യു നോ വാട്ട്, നീ അവാർഡ് അർഹിക്കുന്നുണ്ട്, പക്ഷെ ജോക്കർ ഓഫ് ദി ഇയർ. ഇനി നിന്റെ ഉണക്ക സൈക്കിളും എടുത്തോണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇല്ലെങ്കിൽ നിന്റെ മീം ഉണ്ടാക്കി സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ വൈറലാക്കി മാറ്റും. മനസ്സിലായോ? ഔട്ട്. ഓ, 5 കോടി. മിസ്റ്റർ പ്രജാപതി സർ 5 കോടി രൂപ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞാനാണ് ഏറ്റവും വലിയ ഡോണർ. ഇനിയിപ്പോ ഈ അവാർഡ് കിട്ടാൻ പോകുന്നത് അത് ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് തന്നെയായിരിക്കും. 5 കോടിയോ? 5 കോടി ആൾക്കത് ചില്ലറ കാര്യമാണോ? ആ എമൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. മിസ്റ്റർ രമൺ, ഞാൻ 10 വർഷമായിട്ട് ഇവിടെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോവാം, എന്റെ തെറ്റില്ല. ഡാർലിംഗ്, കുറച്ചുകൂടെ പൈസ അയക്കാം. പിന്നെ ഒരു കാര്യം,
ഡയറക്റ്റ് കോളേജിന്റെ അക്കൗണ്ടിൽ തന്നെ അയക്കാം. 5 കോടി രൂപയും കൂടി ദേ വന്നിരിക്കുകയാണ്. മിസ്റ്റർ രമന്റെ ടോട്ടൽ ഇപ്പോ 7 കോടി രൂപയാണ്. അപ്പൊ ടെക്നിക്കലി താങ്കളാണ് ഇപ്പോൾ ഇവിടുത്തെ ബിഗസ്റ്റ് ഡോണർ. ഗുഡ് ജോബ് ഡാഡ്. 7 കോടിയോ? ഒരു ട്രോഫിക്ക് വേണ്ടി ഇത്രയും കാശ് കൊടുക്കുന്നത് ശരിയായ കാര്യമല്ല. പക്ഷെ ഈ ട്രോഫിക്കൊപ്പം സാമിന് ISROയിൽ യങ് സയന്റിസ്റ്റിന്റെ ഒരു സീറ്റ് ഉറപ്പാവും. അതിനുശേഷം ഈ ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനുള്ള അവസരവും അവന് തുറന്നു കിട്ടും. ഇത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹിക്കുന്നത് എന്തും സാം നേടിയെടുക്കും. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇപ്പൊ ആ ട്രോഫി എന്റേത് മാത്രമാണ്. എവിടെയാണോ അവിടെ തന്നെ നിൽക്ക്. മിസ്റ്റർ പ്രജാപതി സാറിന്റെ ടോട്ടൽ ഡൊണേഷൻ 7 കോടി 11 രൂപ. അപ്പൊ ടെക്നിക്കലി ഇദ്ദേഹം ഏറ്റവും വലിയ ഡോണർ ആയിരിക്കുകയാണ്. ഈ അവാർഡ് എന്റെ മകൾ അവളുടെ കഠിനാധ്വാനവും ഡെഡിക്കേഷനും കൊണ്ട് നേടിയെടുത്തതാണ്. അതങ്ങനെ എളുപ്പത്തിൽ വിട്ടുകളയാൻ എനിക്ക് കഴിയില്ല. നിങ്ങളിനി എത്ര കോടി രൂപ കൊടുത്താലും ശരി, അതിനേക്കാൾ 11 രൂപ ഞാൻ കൂടുതൽ കൊടുക്കും. ഈ ഡൊണേഷൻ കൊണ്ട് ഈ കോളേജിന്റെ സയൻസിന്റെ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യും. അതോടൊപ്പം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ആവും. വിദേശത്ത് നിന്ന് പോലും സ്റ്റുഡൻസിന് ഇവിടെ ഒന്ന് പഠിക്കാൻ പറ്റും. ഈ അശോക് പ്രജാപതിയുടെ കയ്യില് ഇത്രയും കാശുണ്ടായിരുന്നോ? വാട്ട് റബിഷ് ഡാഡ്. എന്ത് തോന്നിയ ദിവസം ഇത്? എന്താ ഡാഡി നടക്കുന്നത്? ഡാഡി കാണുന്നില്ലേ? എല്ലാവരും കളയിക്കൊണ്ടിരിക്കുക. ഡാഡി ലിസൺ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ ട്രോഫി കിട്ടിയേ പറ്റൂ. പ്ലീസ് ഡു സംതിങ് ഡാഡ്. കുട്ടികളെ പോലെ കിടന്ന് ബഹളം വയ്ക്കാതെ. നിന്റെ മമ്മിയുടെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. എവിടുന്ന് കൊണ്ടുവരും ഇത്രയും പൈസ? ഡാഡ്, ഞാനൊരു സ്മാർട്ട് ബിസിനസ്മാൻ ആണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൈസ ചെലവാക്കുന്നില്ല. പോയി തൊലയാൻ പറയും കോളേജും അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ. ഓഹോ, അപ്പോ താങ്കൾ പറയുന്നത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്നത് വേസ്റ്റ് ആണെന്നല്ലേ? പ്രയോജനമില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തനി സ്വഭാവം മനസ്സിലായില്ലേ? അപ്പൊ താങ്കളുടെ കയ്യിൽ പൈസ ഇല്ലേ മിസ്റ്റർ രമൻ റൈസാദ? ആർ യു ഡൺ? നോ, വി ആർ നോട്ട് ഡൺ. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. പക്ഷെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് ഈ തല്ലിപ്പൊളി കോളേജിന് ഡൊണേഷൻ കൊടുക്കണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം, ഈ ട്രോഫി എങ്ങനെയെങ്കിലും ഞാൻ തന്നെ നേടും. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നറിയോ? എന്നെ പോലെയുള്ള ബിസിനസ്മാൻമാരുടെയും ഷലാക്ക പോലെയുള്ള സിഇഒമാരുടെയും. ഷലാക്കയുടെ പേര് നീ കേട്ടിട്ടുണ്ടാവും അല്ലേ? വീട്ടില് പത്രമൊക്കെ വരുത്താറുണ്ടല്ലോ. ഓ, അത് ശരി. അപ്പൊ നീ ഷലാക്കയുടെ ഹസ്ബൻഡ് ആണല്ലേ? രാവിലെ തന്നെ കള്ളു കുടിച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. കള്ളു കുടിച്ചത് നിങ്ങളായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ദാ ഇത് നോക്ക്, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. നിനക്കും കാണണോ? സിമി എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഈ രഹസ്യം വെളിപ്പെടുത്തുകയാണെങ്കിൽ ഷലാക്ക ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവരുടെ കയ്യിൽ നിന്നും ആ വിവരം എനിക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയേ കഴിയൂ. സിമി, സമയമായിട്ടില്ല. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യൂ. സിമി, നിനക്ക് ഒരു ചാൻസ് കൂടി തരികയാണ്. എന്റെ വഴിയിൽ നിന്ന് മാറിയിക്കേ. ജസ്റ്റ് ബഗർ ഓഫ്, ഓക്കെ? അതിന് പകരമായിട്ട് ഞാൻ ഡാഡിനോട് റിക്വസ്റ്റ് ചെയ്യാം. നിനക്ക് 10,000-20,000 രൂപ തരാൻ. 1 ലക്ഷം. 1 ലക്ഷം. ഞാൻ എന്റെ ഡീലിന്റെ വില കൂട്ടിയിരിക്കുന്നു. കുറച്ച് വർഷം കഴിഞ്ഞ് എന്റെ മകന്റെ സെക്രട്ടറി ആയിക്കോളൂ. എന്നിട്ട് അവന് വേണ്ടി ജോലി ചെയ്യും. അപ്പൊ താൻ പറയുന്നത് എന്റെ ഇത്രയും കഴിവുള്ള മകൾ തന്റെ ഒന്നിനും കൊള്ളാത്ത മകനെ സേവിക്കണമെന്നോ? ഹലോ സാറേ, മാർക്കറ്റിലെ പൈസക്കാണ് കാര്യം, അല്ലാതെ ടാലന്റിനല്ല. എന്റെ മകൾക്ക് ടാലന്റും ഉണ്ട്, പൈസയും ഉണ്ട്. മാത്രമല്ല, ഞങ്ങൾ നിന്നേക്കാൾ കൂടുതൽ പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടെക്നിക്കലി എങ്ങനെ നോക്കിയാലും ഈ അവാർഡ് എന്റെ മകൾക്കുള്ളതാണ്. ജസ്റ്റ് വെയിറ്റ്. ഡാഡി, എന്താ ഇത്? ഡാഡിയുടെ മുമ്പിൽ വെച്ച് അയാളെ ട്രോഫി എടുത്തോണ്ട് പോവുകയാണ്. എന്നിട്ട് ഡാഡി ചുമ്മാ നിൽക്കുകയാണോ? ഡു സംതിങ് ഡാഡി. ഡാഡിക്ക് എന്ത് പേടിയാണോ? സാം, നിന്റെ ഡാഡിയുടെ കാറ്റ് പോയിരിക്കുക. നീ അതെല്ലാം അവാർഡ് വേണമെന്നുണ്ടെങ്കിൽ പൈസ ഡൊണേറ്റ് ചെയ്യാൻ പറ. മനസ്സിലായോ? മിസ്റ്റർ രമൺ റൈസാദ, താങ്കൾ താങ്കളുടെ ഭാര്യയെ വിളിക്കേ. എന്നിട്ട് അവരോട് പൈസ ചോദിക്കേ. ചോദിക്കേ. ഡാഡി എന്തായി പറയുന്നേ? സിമി, വെയിറ്റ്. കുറച്ചു നേരം കൂടി നീ ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ച് സമയത്തിനുള്ളിൽ ഈ അച്ഛനെയും മകനെയും നമുക്കൊരു പാഠം പഠിപ്പിക്കാം. അതെ അങ്കിൾ, ഈ അവാർഡിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ സമ്പാദ്യവും ഡാഡി ചെലവഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ ഈ അവാർഡ് ഞങ്ങൾ എടുത്തോളാം. സിമ്പിൾ. അതെ, അത് ശരിയാണ് മിസ്റ്റർ രമൺ. നിങ്ങൾ പൈസ കൊടുക്കൂ. പൈസ വലിയ കാര്യമൊന്നും അല്ലല്ലോ നിങ്ങൾക്ക്. അതെ മിസ്റ്റർ രമൺ റൈസാദ, ഈ അഹങ്കാരികൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവരെ നിങ്ങൾ ചവിട്ടി അരയ്ക്കണം. ഷലാക്കയെ കുറിച്ച് പറഞ്ഞവരെ പേടിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇനിയും പൈസ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരും. നോക്ക് രമൻ, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഏത് അഹങ്കാരി കൊച്ചാണോ സാമിന്റെ ആ ട്രോഫിയുടെ ഇടയിൽ ഇങ്ങനെ മുള്ളുപോലെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്? നീ ഒരു കാര്യം ചെയ്,
അപ്പോ വിന്നർ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുകയാണ്. അപ്പോ 7,11 രൂപയോടൊപ്പം നമ്മൾ ഈ അവാർഡ് നൽകാൻ പോകുന്നത് 150 കോടി. ഇവിടുന്ന് പോകാനൊരു അവസരം ഞാൻ നിനക്ക് തന്നതാണ്, പക്ഷെ നീ അത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ദാ പിടിച്ചോ, ഞാൻ തിരങ്ക ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയുടെ 150 കോടിയുടെ ഷെയറുകൾ ഡൊണേറ്റ് ചെയ്യുവാണ്. 150 കോടിയോ? ഈ കോളേജിന് 150 കോടി രൂപ കിട്ടുകയാണെങ്കിൽ ഈ കോളേജ് വേൾഡ് ക്ലാസ്സിലെ ടോപ്പ് ക്ലാസ് കോളേജായി മാറും. നിനക്ക് നാണമാവുന്നില്ലേ മിസ്റ്റർ രമൺ റായ് സാദ? ഭാര്യയുടെ കയ്യിൽ കാശുണ്ടെന്നുള്ള അഹങ്കാരമാണോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാമോ നിങ്ങൾ അവരുടെ കമ്പനിയുടെ ഷെയർസ് എല്ലാം വിറ്റ് തുലയ്ക്കുകയാണെന്ന്? ഞാൻ എന്റെ ഷെയറിന്റെ വെറും 25% മാത്രമേ വിറ്റിട്ടുള്ളൂ. ഈ കണക്കൊന്നും നിന്നെ പോലുള്ള പിച്ചക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ബിസിനസിന്റെ ഭാര്യയുടേതാണ്. ഞാൻ അവളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടേതായിട്ടുള്ളതെല്ലാം എന്റെയും കൂടിയാണ്. പക്ഷെ തനിക്കെന്തിനാണ് ഇതിൽ ഇത്ര അസൂയ തോന്നാൻ കാര്യം? ഷലാക്ക, നീ എന്റെ കമ്പനിയുടെ ഷെയർസ് എല്ലാം ഈ വൃത്തികെട്ടവന്മാർക്ക് കൊടുക്കുകയാണല്ലേ? എന്റെ മകളുടെ ഭാവി വെച്ചാണ് നീ ഈ കളിക്കുന്നത്. മിസ്റ്റർ രമൺ, നിങ്ങൾ ശരിക്കും 150 കോടി രൂപ തരാൻ പോവാണോ? ആർ യു സീരിയസ്? താങ്കൾ ശരിക്കും എത്ര വലിയ മനസ്സുള്ള ആളാ. ആ ഫയലിംഗ് തന്നേക്കും, ഞാൻ പിടിക്കാം. സിമി, സാമിനോട് മാപ്പ് ചോദിക്കൂ. എന്ത്? ഇവൻ നിനക്ക് മാപ്പ് തരില്ല എന്ന് പറയുന്നത് വരെ നീ അവനോട് മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ ഇമ്പീരിയൽ കോളേജ് നിന്നെ പോലെ മര്യാദയില്ലാത്തൊരു പെൺകുട്ടിയെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. ഉടൻ തന്നെ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് കളയും. എന്ത്? എന്നെ സസ്പെൻഡ് ചെയ്യുന്നോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സിമി, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഞാൻ സംസാരിക്കാം. മാഡം, 150 കോടിയുടെ കാര്യമല്ലേ? നിങ്ങൾ ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്തെങ്കിലും നോക്ക്, ഇതിലെ ഡോക്യുമെന്റ്സ് ഒറിജിനൽ ആണോ അല്ലയോ എന്ന്. മിസ്റ്റർ രമൺ, അതിനുള്ള സ്വത്ത് നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ? പിന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഒറിജിനൽ ആണല്ലോ. നീ നിന്റെ നിലമറന്ന് സംസാരിക്കണം അശോക്. ഏത് നിമിഷവും എന്റെ ഭാര്യ ഇവിടെ എത്തും. അവളിവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുത്തിച്ചിട്ട് നിന്റെ നാക്ക് കൊണ്ട് ഞാൻ എന്റെ ഷൂ നക്കിക്കും. അതുകൊള്ളാം. നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ ഷലാക്ക നിന്റെ ഭാര്യയാണെന്ന്? വെയിറ്റ്, ഞാൻ ഇപ്പോ കാണിച്ചു തരാം. ഇതെന്തിനാ അശോക് എന്നെ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്യുന്നേ? എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കോ? ഇല്ലില്ല, അവൻ നല്ല 1 നമ്പർ വിഡ്ഢിയല്ലേ, അവനെങ്ങനെ മനസ്സിലാവാനാ? എന്ത് പറഞ്ഞാലും കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. ഹായ് ബേബി, ഹൗ ആർ യു? എന്തു പറ്റി? എന്തിനാ എന്നെ പെട്ടെന്ന് ഫോൺ ചെയ്തേ? ഡാഡ്, ഈ വീഡിയോ കോളിൽ എന്താ മമ്മിയെ കാണുന്നത്? ഇവനെന്തൊരു വൃത്തിയുടെ മനുഷ്യനാ. ഇവന്റെ തോന്നിവാസം കണ്ടില്ലേ? എന്റെ ഭാര്യയുടെ വീഡിയോ ഉണ്ടാക്കിയിരിക്കാണ് ഇവൻ. അത് ഉറപ്പായും ഷലാക്കയാണ്. അവനെന്തിനാ അശോകനെ ബേബിന്ന് വിളിച്ചത്? എന്ന് വെച്ചാ വേറെ ഒന്നുമില്ല. ഷലാക്കിയെ പോലുള്ള ഒരു സ്ത്രീ ഈ ഗതിയില്ലാത്തവനെ എങ്ങനെ തിരിച്ചറിയാനാ? നീ കേട്ടില്ലേ? അത് AI ആണ്. ഇവനൊക്കെ വെറും നാണം കെട്ടവനാ. ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കി എല്ലാരെയും കാണിക്കുന്നു. തനിച്ചിരിക്കുമ്പോ ഇവൻ ഷലാക്കയുടെ എങ്ങനത്തെ AI വീഡിയോസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഓഹോ, ഇത് AI ആണല്ലേ? പിന്നെ അല്ലാതെ ഈ നഗരത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ സ്ത്രീയുടെ ഭർത്താവാണെന്ന് നീ സ്വപ്നം കാണുവാണല്ലേ? എന്നിട്ട് വൃത്തിയുടെ വീഡിയോസ് ഉണ്ടാക്കുന്നു. ഇതുപോലെ വൃത്തിയുടെ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് നാണമില്ലേ? എന്റെ ഭാര്യ നിങ്ങോട്ട് വന്നോട്ടെ. എന്നിട്ട് നിന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളിയില്ലെങ്കിലുണ്ടല്ലോ, എന്റെ പേര് രമൺ റായ് സാദ എന്നല്ല. ഷലാക്ക, ഇത്രയും വൃത്തികെട്ടവന് വേണ്ടി നീ ഇങ്ങനെ തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. ഓക്കെ, എന്റെ അമ്മ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് കളർ എന്താ? നിങ്ങൾക്കത് അറിയായിരിക്കുമല്ലോ. എന്തു പറ്റിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഫേവറേറ്റ് കളർ എന്താണെന്ന് അറിയില്ലേ? അതല്ല, ഇനി നിങ്ങൾക്ക് തോന്നാണ് എന്റെ അമ്മ നിങ്ങളുടെ ഭാര്യയാണെന്ന്, നിങ്ങൾ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് നല്ലൊരു ഭ്രാന്താശുപത്രി ഉണ്ട്, ഞാൻ അവിടുത്തെ നമ്പർ തരാം. ഷട്ട് അപ്പ് സിമി, ലിമിറ്റ് വിട്ട് സംസാരിക്കരുത്. നിനക്കെന്താ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? സ്വന്തം നിലമറന്ന് സംസാരിക്കുന്നത് നിന്നെ ഞാൻ. നിക്കി ഡാഡി, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുന്നാണല്ലോ. എന്റെ മകള് ദുർബലയാണെന്ന് നീ വിചാരിക്കണ്ട. അവളുടെ ഉള്ളിൽ ഓടുന്നത് അശോക് പ്രജാപതിയുടെ രക്തമാണ്. ഇടി അഹങ്കാരി, നിനക്ക് ഇത്രയും ധൈര്യോ? How dare you? തനിക്ക് ഇത്ര അഹങ്കാരോ? ഡാഡ്, ആർ യു ഓക്കേ? ആർ യു ഫൈൻ? ഞാൻ വിചാരിച്ചു രമൺ നല്ലൊരു കുടുംബത്തിലെ ആളാണെന്ന്. പക്ഷെ ഒരു പെണ്ണിനെ തല്ലാൻ കൈയോങ്ങിയത് അത് കുറച്ച് കൂടുതലായിരുന്നില്ലേ? ഇവളുടെ കയ്യിൽ 5 പൈസയില്ല. പണക്കാരാണെന്ന് വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഷലാക്കയുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ കാണാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഐ എം ജസ്റ്റ് ഗോണ ഷോ യു. ഹലോ മോം, ഇപ്പൊ എവിടെയാ? അതൊക്കെ വിട്. ലിസൺ, അമ്മ ഇപ്പൊ തന്നെ കോളേജിലേക്ക് വരണം. ഇവിടെ കുറച്ചുപേര് അച്ഛനോട് തെമ്മാടിത്തരം കാണിക്കാണ്. അവർ അച്ഛനെ തല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അമ്മ ഉടൻ തന്നെ ഇങ്ങോട്ട് വരണം. ഈ മുംബൈയിൽ താമസിച്ചോണ്ട് എന്റെ ഭർത്താവിനെ തൊടാൻ ആർക്കാ ധൈര്യം ഉണ്ടായത്? നിക്ക്, അയാളുടെ ജീവൻ ഞാൻ എടുക്കും. ഞാൻ വരുവാ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ എന്റെ മമ്മിയോട് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
Now just wait and watch. അശോകും സിമിയും എന്റെ ഭാര്യ ഇങ്ങ് വന്നോട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ രണ്ടുപേരും വില എന്താണ്. അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് രണ്ടുപേരും ഒരു അവസരം തരെയാണ്. ഓടിക്കോ ഇവിടുന്ന്. നിങ്ങളുടെ ഭീഷണി കേട്ടങ്ങനെ പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ, മിസ്റ്റർ രമൺ റൈസാദ. ഷലാക്ക ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നീ ഇങ്ങോട്ട് വേഗം വാ ഷലാക്ക, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നെയും ഈ രമണിനെയും നീ നേർക്കുനേർ കാണുന്ന നിമിഷത്തിനു വേണ്ടി. മാഡം, തിരങ്ക ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് തിരങ്ങ ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നോ? അത് ഷലാക്ക മാഡം കാണോ ആയിരിക്കും ഇനി. ഇനി എന്താണ് നടന്നതെന്നറിയാൻ ഇപ്പോൾ തന്നെ കുക്കു TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്രീ ട്രയൽ ആരംഭിക്കൂ.